എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 15 വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമുക്ക് പ്രധാനമായിട്ട് സിജോയുടെയും റോക്കിയുടെയും കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ റോക്കി പുറത്തായില്ലോ എന്ന് നമുക്ക് പറയണം. റോക്കിയെ ബിഗ് ബോസ് പുറത്താക്കി കഴിഞ്ഞു. ഇടത്തെ വാതിൽ വഴി പുറത്തേക്ക് വരാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. ബിഗ് ബോസ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ സിജോ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് റോക്കിയെ പുറത്താക്കേണ്ട, ഈ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള വഴക്കായിട്ട് മാത്രം കണ്ടാൽ മതി. പക്ഷേ ഇമാതിരി പരിപാടികളൊക്കെ ഒപ്പിച്ചു കഴിഞ്ഞാൽ സ്പോട്ട് എവിക്ഷൻ ഉറപ്പാണ്. അകത്ത് കയറിയാൽ തന്നെ റോക്കി ഒരു മൂലയിൽ പോയിട്ട് അനങ്ങാതിരിക്കേണ്ടി വരും. ഒരു രീതിയിലുള്ള നിലപാട് ഇനി പറയാൻ പറ്റത്തില്ല. ആ രീതിയിൽ ഇമോഷണൽ പ്രഷർ ഇപ്പം റോക്കി അനുഭവിക്കുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. റോക്കി കാണിച്ചു കൂടിയുള്ള കാട്ടിക്കൂടലിന് ശേഷം മെന്റലി ഡൗൺ ആയി പോയതും നമ്മൾ കണ്ടതാണ്. പിന്നെ റോക്കി ചെയ്തത് ചെറിയൊരു കാര്യമൊന്നുമല്ല, വെളിയിലാണെങ്കിൽ കേസാവുന്ന ഒരു കാര്യമാണ്. വധശ്രമത്തിനുള്ള ഒരു കുറ്റമാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അതും സോളിഡ് പ്രൂഫ് ആയിട്ടുള്ള ഐ വിറ്റ്നസ് വരെ ഇതിനുണ്ട്. സിജോ ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് റോക്കിയുടെ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇനി സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പറയാം. തലേ ദിവസം ഇവർക്ക് പുലാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നാണ് പുലാവ് കിട്ടിയിട്ടുള്ളത്. ആ പുലാവ് പലർക്കും അങ്ങനെ വയറ്റി പിടിച്ചിട്ടില്ല. റോക്കിക്ക് പ്രത്യേകിച്ച് നല്ല രീതിയിൽ വയറ്റിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പുലാവ് തന്നെ രാവിലെ ചൂടാക്കുന്ന കണ്ടപ്പോൾ റോക്കി ഇങ്ങോട്ട് ദേഷ്യം വന്നു. രാവിലെ തലേദിവസം ഇരുന്നിട്ടുള്ള ചപ്പാത്തിയൊക്കെ ചൂടാക്കിയാണ് റോക്കി കഴിച്ചത്. എന്നാൽ ഉച്ചക്കത്തേക്ക് വേണ്ടി ഈ പുലാവാണ് ചൂടാക്കുന്നതെന്ന് റോക്കി തെറ്റിദ്ധരിച്ച് റോക്കി അപ്സരയുമായിട്ട് ചൂടായി. അപ്സരയുടെ ഭാഗത്തും തെറ്റുണ്ട്. എന്തെന്ന് വെച്ചാൽ അപ്സരയ്ക്കും അറിയത്തില്ല, സിജോയ്ക്കും അറിയത്തില്ല ആരാണ് അവിടുത്തെ ക്യാപ്റ്റൻ എന്ന്. ഇതിന് ബിഗ് ബോസിനെ പറഞ്ഞാൽ മതി. പുതിയൊരാൾ ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി കൈമാറി കൊടുക്കുകയും ബാക്കിയുള്ള ടീമിനെ തിരിക്കുകയൊക്കെ ചെയ്യേണ്ടത് ബിഗ് ബോസ് തന്നെ വന്ന് പറയേണ്ട കാര്യമാണ്. സിജോയ്ക്കും അപ്സരയ്ക്കും ക്യാപ്റ്റൻ ആരാന്നൊരു തീരുമാനമില്ലാത്തതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡ് വൈകിയപ്പോൾ റോക്കി വന്ന് അപ്സരയുമായിട്ട് ചൂടായി. റോക്കി അപ്സരയുടെ ഭർത്താവിനെ വിളിച്ചു, അപ്സര തിരിച്ച് റാസ്കലിനെ വിളിച്ചു. അതിനുശേഷം ഇവർ രണ്ടുപേരും ക്ഷമ നടത്തണമെന്ന് പറഞ്ഞിട്ടുള്ള പവർ ടീം നാടകം ഉണ്ടായിരുന്നു. ഇത്തരം സില്ലി കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു തീരുമാനമില്ലെന്ന് പറഞ്ഞ് പറഞ്ഞു വിടേണ്ട കാര്യമായിരുന്നത്. അങ്ങനെ കിച്ചൺ വിഷയത്തിൽ ക്യാപ്റ്റനായിട്ടുള്ള സിജോ കയറി റോക്കിയുമായിട്ട് അങ്ങ് കോർത്തു. സിജോ ക്യാപ്റ്റനായത് റോക്കി ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല. ഇത്തവണത്തെ ക്യാപ്റ്റൻസി മത്സരത്തിൽ തോറ്റുപോയതിന് സങ്കടം കൊണ്ട് ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നുണ്ട്. യുദ്ധത്തിൽ ജയിക്കുന്ന ആൾ മാത്രമല്ല യോദ്ധാവുന്നതെന്ന്. ചെറിയ വാക്കേറ്റത്തിൽ തുടങ്ങിയിട്ടുള്ള സിജോയുടെയും റോക്കിയുടെയും വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലിലേക്കൊക്കെ പോയി. രണ്ടുപേരെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആരും വിട്ടുകൊടുക്കത്തൊന്നുമില്ല. തർക്കിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അതിനൊരു അവസാനം ഉണ്ടാവത്തില്ലെന്ന് നമുക്കറിയാം. തുടർന്ന് റോക്കി സിജോ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടും മോശമായിട്ട് സംസാരിച്ചുകൊണ്ടും സിജോയെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ സിജോ നിൽക്കുന്നുണ്ടായിരുന്നു. റോക്കിയെ മാക്സിമം പ്രൊവോക്കും ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെയും തർക്കീര് മാറി താടിപ്പിടുത്തം വരെ എത്തി. പുറത്തു തൊട്ടാൽ ഉറപ്പായിട്ട് നിന്നെ ഞാൻ അടിക്കുമെന്ന് റോക്കി പറഞ്ഞപ്പോൾ സിജോ വളരെ സൗമ്യമായിട്ട് പുറത്തു തൊട്ടു, അടിയും വാങ്ങി. റോക്കി അടിച്ചു. പെട്ടെന്ന് തന്നെ റോക്കിക്ക് മനസ്സിലായി തന്റെ കയ്യിൽ നിന്ന് പോയെന്ന്. ഉടനെ തന്നെ സിജോയെ പ്രൊവോക്ക് ചെയ്ത് തിരിച്ചടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അടുത്ത അടി പൊട്ടുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസ് റോക്കിയെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. കൺഫെഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് ഒന്നും തന്നെ വേണ്ടിയില്ല. സംസാരിച്ച മൊത്തം റോക്കിയായിരുന്നു. റോക്കി വളരെയധികം ഇമോഷണൽ ആയിട്ട് കൺഫെഷൻ റൂമിൽ ബിഗ് ബോസിന്റെ അടുത്ത് സംസാരിക്കുന്നു. സിജോയോടും സിജോയുടെ ഫാമിലിയോടും റോക്കി ക്ഷമ ചോദിക്കുന്നു. ബിഗ് ബോസിൽ നിന്ന് പുറത്തായാലേ നീ എന്തിനാണ് ഈ ക്ഷമ പറയുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷമ വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ അവർ കേസിന് പോകത്തില്ല. റോക്കിയുടെ കയ്യിൽ നിന്ന് പോയതാണ്. 100% റോക്കിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. സിജോ പ്രൊവോക്ക് ചെയ്തതല്ലേ, അതുകൊണ്ടല്ലേ റോക്കി അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവോക്കിംഗ് ആണ് അവിടുത്തെ ഗെയിം. അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. തിരിച്ചൊന്നും ചെയ്യാതിരിക്കുന്നതാണ് അവിടെ നിലനിൽക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യം. ദേഹത്ത് തുടരുതെന്ന് റോക്കി പറഞ്ഞിട്ടും സിജോ തൊട്ടത് തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനുശേഷം റോക്കി ഇടിച്ചത് അതിലും വലിയ തെറ്റാണ്. അതുകൊണ്ട് തന്നെ സിജോ പ്രൊവോക്ക് ചെയ്ത കാര്യങ്ങളൊന്നും അവിടെ ചർച്ചയിൽ പോലും വരത്തില്ല. മാറ്റിപ്പിടിക്കലിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് കുറച്ച് പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പവർ ടീമിനെ കൊണ്ടുവന്നു. പവർ ടീമിന് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാവുന്നതൊക്കെ കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ആളുകൾക്ക് നല്ല രീതിയിൽ പ്രഷറാണുള്ളത്. ആ പ്രഷർ ഒന്ന് ഒതുക്കാൻ വേണ്ടി ഒരാഴ്ച പവർ ടീമിന് ലീവൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ ഇനിയും ആളുകൾ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും.